താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ഞാൻ ഈ മുകുളങ്ങളിലെ ആ സുഡാപ്പികളിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു തോന്നുന്നു. ഈ മുകുളങ്ങളിലെ ആ വ്യക്തി ആദ്യകാലങ്ങളിൽ തൊട്ട് എനിക്കറിയാം അദ്ദേഹത്തെ. അദ്ദേഹം ഇന്ന് അവിടെ ഇട്ടിരിക്കുന്ന സാമ്പത്തികത്തെ കുറിച്ചാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ന് സാമ്പത്തികം. പ്രധാനമന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ പാർലമെന്റിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് രേഖകളാണ്, അത് ഡോക്യുമെന്റൽ എവിഡൻസ് ആണ്. നമ്മുടെ നരേന്ദ്രമോദി 10 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ചാർജ് എടുക്കുന്നതിന് മുമ്പ് ചിദംബരത്തിന്റെ വാക്കുകൾ, അത് ചിദംബരത്തിന്റെ അവസാനത്തെ ബഡ്ജറ്റിന്റെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ചിദംബരം പറഞ്ഞത് ഇന്ന് ഇന്ത്യ ലോകത്തെ 11ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. അടുത്ത 30 വർഷം കൊണ്ട് ഇന്ത്യയെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കാനുള്ള ലക്ഷ്യമാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അന്ന് ചിദംബരം പറഞ്ഞ കാര്യമാണ്. നരേന്ദ്രമോദി ഇപ്പോ പറഞ്ഞ കാര്യം എന്താണ്? ഇന്ത്യ ഇന്ന് ലോകത്തെ 5ാമത്തെ ശക്തിയാണ്. ആദ്യത്തെ 3 ശക്തികളിൽ എത്തിക്കാനുള്ളത് അടുത്ത 5 വർഷം കൊണ്ട് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് മുഗളങ്ങളിലെ കോഹമാരും സുഡാപ്പികളും കൂടെ ചേർന്ന് ലെഫ്റ്റ് ലിബറൽസ്, ജിഹാദി, കോയ കൂട്ടുകെട്ടെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യയുടെ സാമ്പത്തികമായി ഇന്ത്യ തകർന്നു എന്നാണ് ഇവരുടെ ഒരു ഇത്. എന്താണ് ഇവർ ഈ ഫേക്ക് നറേറ്റീവ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? കാരണം ഇന്നിപ്പോ ഇവർക്ക് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഏറ്റവും ശക്തമായ ഒരു നയതന്ത്ര ബന്ധം ഇന്ന് 7 വധശിക്ഷയ്ക്ക് വിധിച്ച 7 ഇന്ത്യൻ ഫോർമർ സൈനിക ഉദ്യോഗസ്ഥരെ അവർ തിരിച്ചു കൊണ്ടുവന്നു. ഇത് കോൺഗ്രസിന്റെ സമയത്ത് കോൺഗ്രസിന്റെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ് ഇത്. ഈ ഒരു കാര്യം കോൺഗ്രസിന് ഒരിക്കലും ഇങ്ങനെ ഒരു നയതന്ത്രത്തിൽ ഇന്നത് വരെ കോൺഗ്രസ് ഒരാളെയും ഇതുപോലെ പാകിസ്ഥാനിലോ മറ്റു ശത്രു രാജ്യങ്ങളിൽ പെട്ട ഒരാളെയും കൊണ്ടുവന്ന ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. പകരം ഞാനൊക്കെ സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു സർവജിത്ത് എന്ന് പറയുന്ന ഒരു, അതിപ്പം പല വാദങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റ് അന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മദ്യപിച്ചിട്ട് LOC ക്രോസ് ആയി പോയതാണ്, തിരിച്ചു തരണം. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് അത് ഇന്ത്യയുടെ ചാരനായിരുന്നു. XYZ എന്ത് തന്നെയായിരുന്നില്ല, അദ്ദേഹത്തെ വധശിക്ഷ വിധിച്ചു പാകിസ്ഥാനി കോടതി. വധശിക്ഷ വിധേയമാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇന്റർനാഷണൽ പ്രഷർ വന്നിട്ട് വധശിക്ഷ നിന്നും മാറ്റി അദ്ദേഹത്തെ തിരിച്ച് ഇന്ത്യയിലോട്ട് വിട്ടുകൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ത്യ. അന്നത്തെ മൻമോഹൻ സിംഗും ഈ നമ്മുടെ AK ആന്റണി പോലുള്ള ഡിഫൻസ് മിനിസ്റ്റേഴ്സ് എല്ലാം. അവസാനം ഇന്ത്യയുടെ പ്രഷറിലോ ഈ ഇന്റർനാഷണൽ പ്രഷറിലോ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാമെന്ന് വാക്കാലാണ്ട് സമ്മതിക്കുന്നു. അടുത്ത ദിവസം അദ്ദേഹത്തെ ആ ജയിലിൽ തന്നെ പാകിസ്ഥാനികൾ അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. സർബജിത്ത് എന്ന് പറയുന്ന ഒരു ആളെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തെ അടിച്ചു കൊല്ലുന്നു. അടിച്ചു കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയാണ് ഇന്ത്യയിൽ വരുന്നത്. അന്ന് ഒരു ഇന്ത്യക്കാരനെ അടിച്ചു കൊന്നതിനെതിരെ ഇവിടുത്തെ കോൺഗ്രസ് കോയ ഗവൺമെന്റ് എന്താ ചെയ്തത്? ലോക രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ഡിഗ്രി ചെയ്ത്, കാരണം നമ്മളൊരു പൗരനെ പാകിസ്ഥാൻ വിട്ടയക്കാമെന്ന് വാക്കാൽ ഉറപ്പ് വന്നിട്ട് പിന്നെ ആ ജയിലിൽ തന്നെ അടിച്ചു കൊല്ലുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ എന്തെങ്കിലും ചെയ്തോ? ഇന്ത്യ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ത്യക്ക്. അന്നത്തെ ഇന്ത്യയെ ജിഹാദി കോൺഗ്രസുകൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമ്മളെ തല കുനിപ്പിക്കാനാണ് പഠിപ്പിച്ചത്. മറിച്ച് മോദി വന്ന സമയത്ത് എന്താ? മോദി വന്നപ്പോ ഇവര് ഓബോസ്ലി മോദിയെയും ഇവര് മൻമോഹൻ സിംഗിന്റെ ലെവലിലാണ് കണ്ടത്. കാരണം മൻമോഹൻ സിംഗിന്റെ ടൈമിൽ മുംബൈ നമ്മുടെ സാമ്പത്തികമായിട്ട് ഏറ്റവും തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുംബൈയിൽ കയറി അടിച്ചു വരും. നമുക്കറിയാലോ മുംബൈ താജ് അറ്റാക്ക്. എന്താ ചെയ്ത ഇന്ത്യൻ ഗവൺമെന്റ്? ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞു പാകിസ്ഥാനെതിരെ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും 4ാംകിട രാജ്യങ്ങളിൽ ഒന്നാണ്. നമ്മൾ വികസ്വര രാജ്യമാണ്, അവര് വികസ്വരവും പോയിട്ട് 4ാംകിട എന്താണ് നമ്മൾ പറയുന്നത്, ഈ ടോപ്പിയ പോലുള്ള വെറും 4ാംകിട രാജ്യങ്ങളുടെ ഒരു രാജ്യം. തീവ്രവാദമല്ലാതെ ഇന്ന് വരെ ലോകത്ത് ഒരു ഉൽപാദനവും കൊടുക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ആ രാജ്യത്തിന് മുമ്പിൽ നമ്മൾ മുട്ടിലിഴഞ്ഞു, ഈ മൻമോഹൻ സിംഗും ഈ കോൺഗ്രസും ജിഹാദി. കാരണം എന്താണ്? ഇവിടെ ഇസ്ലാമിക വൽക്കരണം. പാകിസ്ഥാനെ നമ്മൾ ഇപ്പൊ മുമ്പ് ഏതോ ഇന്ത്യ 71 യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചപ്പോ ഇവിടത്തെ പത്രങ്ങൾ എഴുതിയാണ്, അത് അന്നത്തെ അവിടത്തെ അത് നമ്മുടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പത്രമാണ്. അതിൽ എഴുതിയെന്താണ്, അവിടുത്തെ ജനറല് മതം മാറിയ ഒരു മുസ്ലിമാണ്, റിയൽ മുസ്ലിം അല്ല, അദ്ദേഹം ഏതോ ബ്രാഹ്മണൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ ബ്രാഹ്മണൻ എന്തോ ആണ്, അതുകൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി ചാരപ്പണി നടത്തിയതും. ഈ ഫേക്ക് നറേറ്റീവ് പാകിസ്ഥാനിലുള്ളത്, പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയ ന്യൂസാണ് അവർ ഇന്ത്യൻ പത്രങ്ങൾ അച്ചടിച്ചത്. അദ്ദേഹത്തെ പിന്നെ പാകിസ്ഥാനികൾ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് കേട്ടോ. ഒരു ഇന്ത്യയുടെ ജനറലിനോട് ചെയ്തതാണ്, ഇന്ത്യയുടെ അല്ല പാകിസ്ഥാന്റെ ജനറലിനോട് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. വെടിവെച്ച് കൊന്നുള്ള 71 യുദ്ധം തോറ്റ ജനറലിനെ. XYZ എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ അതിനു മുമ്പ് ചൈനയായിട്ട് യുദ്ധം തോറ്റ ജനറലിനെയോ അന്നത്തെ പ്രധാനമന്ത്രിയോ ഒന്നും ഇന്ത്യക്കാർ വെടിവെച്ച് കൊന്നിട്ടില്ല. അത് നമുക്ക് ചരിത്രം, പിന്നെ അതിൽ കൂടുതൽ ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് മുംബൈ താജ് അറ്റാക്ക് നടത്തി ഇന്ത്യൻ ഗവൺമെന്റ്, മൻമോഹൻ സിംഗ് നട്ടലില്ലാത്ത ഗവൺമെന്റുകൾ ഒന്നും ചെയ്ത് ഈ പ്രോ ഇസ്ലാമിക് ഗവൺമെന്റുകൾ മുസ്ലിം തീവ്രവാദികൾക്ക് ഇവിടെ അഴിഞ്ഞാടാൻ അവസരം കൊടുത്തു.
മോദി വന്നതിന് ശേഷവും ഇവർ ഈ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്തു. നമ്മുടെ ഉറിയിലെ ബ്രിഗേഡ് ക്യാമ്പിൽ ഒരു അറ്റാക്ക് നടത്തി. മോദി പറഞ്ഞു ഈ അടിക്ക് തിരിച്ചടി എന്നാണ് അദ്ദേഹത്തിന്റെ പോലെ. അദ്ദേഹം ഈ പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് ഇസ്ലാമിസ്റ്റുകൾക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞു, അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് ജനതയ്ക്ക് ആവാജ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിക്കകത്ത്, ജനതയ്ക്ക് അദാലത്ത് എന്ന് പറഞ്ഞ പരിപാടിക്കകത്ത് അദ്ദേഹത്തിനോട് അവതാരകൻ ചോദിക്കുന്നുണ്ട്, താങ്കളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്കിൽ മുംബൈ അറ്റാക്ക് നടന്ന താങ്കൾ എന്ത് ചെയ്തേനെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജോ ഭാഷ പാകിസ്ഥാൻ സമസ്ത ഉസി ഭാഷ में उसको जवाब देना. അതായത് ഏത് ഭാഷയാണോ പാകിസ്ഥാന് മനസ്സിലാവുന്ന ആ ഭാഷയിൽ പാകിസ്ഥാൻ ഉത്തരം പറഞ്ഞു കൊടുക്കണമെന്ന്. അപ്പം അവതാരകൻ വീണ്ടും ചോദിക്കുന്നു, പാകിസ്ഥാൻ ഏത് ഭാഷയാണ് മനസ്സിലാവുന്നത്? അത് എനിക്ക് നന്നായിട്ട് അറിയാം, പാകിസ്ഥാൻ ഏത് ഭാഷയാണ് മനസ്സിലാക്കുന്നത്, അത് ഞാൻ മനസ്സിലാക്കി കൊടുക്കും. അദ്ദേഹം വന്നു ഒരു ഉറി സെക്ടർ അറ്റാക്ക് നടത്തി. അതേ കണക്ക് നമ്മൾ തിരിച്ചു കയറി അവരുടെ ക്യാമ്പ് മൊത്തം അടിച്ച് തകർത്തിട്ട് ഇങ്ങ് വന്നു. എന്നിട്ടും ഈ കോയമാര് പഠിച്ചോ? ഇല്ല. വീണ്ടും നമ്മള് പുൽവാമ അറ്റാക്ക് നടത്തി, എയർ സ്ട്രൈക്ക് നടത്തി. നമ്മൾ എയർ സ്ട്രൈക്ക് നടത്തിയപ്പോ പാകിസ്ഥാന്റെ ഡോൺ എന്ന് പറയുന്ന പത്രമാണല്ലോ അവരുടെ ഏറ്റവും, നമ്മളെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഏറ്റവും മികച്ച ഒരു പത്രം ഡോൺ ആണ്. ആ ഡോണിനകത്ത് അന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് ആരുടെയാണെന്ന് അറിയാം? ഈ കോൺഗ്രസ്സുകാരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും പറയുന്നു അങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയിട്ടില്ല ഇന്ത്യ, അതിന്റെ തെളിവുകളില്ല എന്ന് ഇവര് പറയുന്നത്. അതായത് നമുക്കറിയാലോ ആ ഒരു സമയത്ത് ഇവിടുത്തെ ഓപ്പോസിറ്റ് പാർട്ടികൾ എന്തോ ആയിരുന്നെന്ന്. ഇവിടെ അങ്ങനെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടില്ല, പന്മരങ്ങളാണ് ഇവിടെ അവസാനം കോയകൾ ഗതികെട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോയകളും കൂടെ പറഞ്ഞ എന്താണ്, എന്തായാലും പൈൻമരങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്ത, തീവ്രവാദികളെ നശിപ്പിച്ചിട്ടില്ല എന്ന്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റുകളാണ് അവിടെ പാകിസ്ഥാൻ ജനങ്ങൾക്ക് പാകിസ്ഥാന്റെ പത്രങ്ങൾ കൊടുത്തത്. കാര്യം ഇന്ത്യയിലെ ഓപ്പോസിറ്റ് ലീഡേഴ്സ് പോലും പറയുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അത് സത്യം എന്ന് പറയുന്നത്? അവർക്ക് അവരുടെ ജനങ്ങളെ ഇമ്പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടി അവർ ചെയ്യും, അതിനെ തെറ്റായിട്ട് പറയുന്നില്ല. അപ്പൊ ഇത് നരേന്ദ്രമോദിയുടെ സ്ട്രാറ്റജിയാണ്, ഏത് ഭാഷയിലാണോ മനസ്സിലാവുന്നത് ആ ഭാഷയെ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ 2 തവണയും അറ്റാക്ക് കിട്ടിയപ്പോൾ ഏകദേശം ഇന്ത്യയിലെ ജനങ്ങൾ ഈ നരേന്ദ്രമോദിയെ ഒരു സൂപ്പർ പവർ ഹീറോ ആയിട്ട് തന്നെയാണ് ആഗ്രഹിക്കാനും ഇനിയൊരു പ്രധാനമന്ത്രി ഇദ്ദേഹം പോലെ തന്നെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിൽ തെറ്റൊന്നുമില്ല. കാരണം അതിനുശേഷം നിങ്ങൾ നോക്കിയോ, ഈ കോൺഗ്രസും ഈ ഇസ്ലാമിസ്റ്റ് ജിഹാദികളൊക്കെ ഭരിക്കുന്ന സമയത്ത് ഓരോ റെയിൽവേ സ്റ്റേഷൻ, ഞാനൊക്കെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അവിടെ ഓരോ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് ഓടുന്ന ടിവിയിലൊക്കെ എഴുതി കാണിക്കും, നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും അജ്ഞാത വസ്തു ഉണ്ടെങ്കിൽ ഉടനെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇൻഫോം ചെയ്യണം, അത് ബോംബായിരിക്കും എന്ന് എപ്പോഴും ഇങ്ങനെ എഴുതി കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മുമ്പേ വലിയ വലിയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ ആയിരിക്കും അവിടെ എഴുതി വെച്ചിരിക്കും. പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് മുംബൈ പോലുള്ള ചക്രവർത്തി ശിവാജി ടെർമിനലിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും അവിടെ പോലീസ് ഡോഗും അതും ഇതും ഒക്കെ ആയിട്ട് എപ്പോഴും അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിരുന്നു അവിടെ. മുമ്പ് കാശ്മീർ പോലെ മുംബൈ ആക്കാനാണ് അവർ ശ്രമിച്ചത്. കാരണം മുംബൈ സാമ്പത്തികമായിട്ട് തകർക്കുക, ഇന്ത്യയെ തകർക്കണമെങ്കിൽ മുംബൈ തകർക്കണം. മുംബൈ ആണല്ലോ ഇന്ത്യയുടെ സാമ്പത്തിക ഇതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ സിറ്റുവേഷൻ. ഇപ്പൊ നോക്കി, ഇപ്പൊ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എഴുതി കാണെങ്കിൽ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ട്? എവിടെയെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു, എന്തെങ്കിലും അജ്ഞാത വസ്തുവാണെങ്കിൽ നിങ്ങൾ ഉടനെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും റെയിൽവേയിലോ എന്തെങ്കിലുമൊക്കെ എഴുതി കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അടി കിട്ടിയപ്പോ ഒതുങ്ങി. ഇപ്പോ അത് കഴിഞ്ഞതിന് ശേഷം രാജ്യത്ത് എപ്പോഴും നോക്കിയാലും എവിടെയെങ്കിലുമൊക്കെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, മുംബൈയില് സീരിയൽ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 അല്ല, 4 5 എണ്ണം കണ്ടിന്യൂസ്. ഓടുന്ന ട്രെയിൻ പൊട്ടിത്തെറിക്കുന്നു, നിൽക്കുന്ന അമ്പലങ്ങളുടെ ഫ്രണ്ടിൽ പൊട്ടിത്തെറിക്കുന്നു, ബജാറുകളിൽ പൊട്ടിത്തെറിക്കുന്നു, ഡയമണ്ട് ബജാറുകളിൽ പൊട്ടിത്തെറിക്കുന്നു. അതായത് ഒരു ബിസിനസ്, അത് ഈ സീരിയൽ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുംബൈ നഗരത്തിൽ മാത്രം നിൽക്കുന്നില്ല, ഹൈദരാബാദിൽ പൊട്ടിത്തെറിക്കുന്നു, ഡൽഹിയിൽ പൊട്ടിത്തെറിക്കുന്നു, ശ്രീനഗറിൽ പൊട്ടിത്തെറിക്കുന്നു, അജ്മീറിൽ പൊട്ടിത്തെറിക്കുന്നു, അങ്ങ് തുടങ്ങി അങ്ങ് ഇന്ത്യയുടെ മെയിൻ നഗരങ്ങളിലെല്ലാം പൊട്ടിത്തെറിക്കുകയാണ്, ബോംബ് ബ്ലാസ്റ്റുകൾ നടത്തുകയാണ്. ഇതിനൊക്കെ എന്ത് പ്രവർത്തനം ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പകരം ഇതിൽ ഇപ്പൊ മുമ്പ് എന്തിന് പാർലമെന്റിൽ വരെ അറ്റാക്ക് നടത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പാർലമെന്റ് പ്രതിയെ തൂക്കിക്കൊല്ലണമെന്നാണ് ഇവിടുത്തെ ഓപ്പോസിറ്റ് അന്ന് വാദിച്ചത്. പാർലമെന്റ് പ്രതിയെ തൂക്കിക്കൊല്ലണമെന്ന് വാദിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അജ്മൽ കസബിനെ, സോറി, അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നപ്പോ ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ വിളിച്ച മുദ്രാവാക്യം അഫ്സൽ തേരാ കാത്തിൽ ജിന്ദ ഹെ. നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ വിശ്വസിക്കുന്ന പാർലമെന്റിൽ കയറി അക്രമം നടത്തിയവനെ തൂക്കിക്കൊന്നപ്പം ഇവിടുത്തെ മുസ്ലിങ്ങളെ വിളിച്ചതാണ് അഫ്സൽ തേരാ കാസിൽ ജിന്ദ ഹെ, ഹർ ഘർ സെ നിക്ലേഗ അഫ്സൽ. അതായത് ഓരോ വീട്ടിൽ നിന്ന് അഫ്സലിനെ നമ്മൾ ജനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ നിന്നും അന്ന് ഈ മുംബൈ താജ് അറ്റാക്ക് നടന്നാലും എന്ത് നടന്നാലും ഈ ലോകം എപ്പോഴും റഷ്യ എന്ന് പറയുന്ന രാജ്യമാണ് അന്ന് ഇന്ത്യക്ക് ഒപ്പം നിൽക്കുന്നത്. ബാക്കി എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനൊപ്പമാണ് ഈ കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന സമയത്ത്. ഇപ്പൊ നോക്കൂ, നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി, പുൽവാമ അറ്റാക്ക് നടത്തി, അത് കഴിഞ്ഞിട്ട് ഇന്ന് പാകിസ്ഥാന്റെ സ്ഥിതി എന്താണെന്നറിയാം, ചൈനയായിട്ടുള്ള ക്ലാഷ് വന്നു, ചൈനയായിട്ട് നമ്മൾ അടി നടത്തുന്നു. ലോകം മൊത്തം ഇന്ത്യക്കൊപ്പമാണ് നിൽക്കുന്നത്. പാകിസ്ഥാനൊപ്പം ഇപ്പൊ ചൈന മാത്രമേ ഉള്ളൂ. വേറെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി എടുത്ത് നോക്കൂ, ഇന്ത്യക്ക് എതിരെ വോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോന്ന്?
ഇന്ത്യ ചൈന ക്ലാഷ് വന്നപ്പോഴും ലോകം ഇന്ത്യക്കൊപ്പമാണ് നിന്നത്, പാകിസ്ഥാൻ മാത്രമാണ് ചൈനയ്ക്കൊപ്പം നിന്നത്. ഇപ്പം ഉക്രൈൻ റഷ്യ വാർ വന്നു, ലോകം ഇന്ത്യയാണ് ഉറ്റുനോക്കിയത്. അത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, ഇന്ത്യയുടെ നയതന്ത്രം, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നയതന്ത്രമുണ്ട്, അതുകൊണ്ട് അവർ ലോകം മൊത്തം ഇന്ത്യയോട് ഉക്രൈനിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഫ്യൂൽ മേടിക്കരുതെന്നാണ്. ഇന്ത്യ മേടിച്ചു. ഇന്ത്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ത്യക്ക് സ്വതന്ത്രമായ ഒരു നിലപാടായിരുന്നു. പക്ഷെ കോൺഗ്രസോ ഇസ്ലാമിസ്റ്റുകളോ ഭരിച്ചിരുന്ന അങ്ങനെ ഒരു നിലപാട് ഒരിക്കലും വരില്ല. ലോകം നോക്കി നിൽക്കുന്നു. ഇസ്രായേൽ പാലസ്തീൻ ക്ലാഷ്, ഇവിടുത്തെ കോയമാര്, ഇവിടുത്തെ ഈ നരേന്ദ്രമോദി ഗവൺമെന്റിൽ വിശ്വാസമില്ലാത്ത കോയമാര് പോലും പറയുന്നത് നരേന്ദ്രമോദിയോട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യണമെന്ന്, ഹമാസിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. പക്ഷെ ഇന്ത്യക്ക് സെപ്പറേറ്റ് വിഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ ഇസ്രായേലിനോട് നിൽക്കും, പാലസ്തീൻ ജനതയ്ക്കൊപ്പം ആണെങ്കിൽ പാലസ്തീൻ ജനതയ്ക്കൊപ്പം. ഹമാസ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, ഹമാസിനോട് നിൽക്കുന്നതിന്റെ കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ന് ഈ 7 വരെ കൊണ്ടുവന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ വലിയ കാര്യമൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. നമ്മളെ 7 ഇന്ത്യക്കാരെ ഒരു തെറ്റും കൂടാതെ വധശിക്ഷ വിധിച്ചാൽ അത് സുഖമായിട്ട് തന്നെ അവരെ കൊണ്ടുവന്നിരിക്കും. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാൻ 10ാം ക്ലാസ്സിലാണ്ട് പഠിക്കണം ആയിരുന്ന സമയത്താണ്ടേനും ഒരു അഷറഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം പയ്യനെ സൗദി അറേബ്യയിൽ ജോലിക്കിടെ ഉണ്ടായ അപകടത്തിൽ വേറൊരു യുവാവിന്റെ കണ്ണ് നഷ്ടപ്പെടുന്നു. ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ ഒരു അപകടത്തിന്റെ ഫലമായിട്ട് വേറൊരു യുവാവിന്റെ കണ്ണ് നഷ്ടപ്പെടുന്നു. അപ്പം അവിടുത്തെ കോടതി വിധിച്ചത് ഇദ്ദേഹത്തിന്റെ കണ്ണെടുത്ത് അദ്ദേഹത്തിന് വെക്കുക എന്നുള്ളൊരു വിധിയാണ് അന്നത്തെ സൗദിയിലെ കോടതി വന്നത്. പിന്നെ എങ്ങനെയോ അന്നത്തെ ഗവൺമെന്റുകൾ ഇടപെട്ടു, ബ്ലഡ് മണിയോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ കൊടുത്തു തീർത്ത് ഈ അഷ്റഫിനെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു. അഷ്റഫിൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നപ്പോൾ മുഖ്യമന്ത്രിയാണ്, അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു, അദ്ദേഹമാണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോയി അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഞാൻ വിചാരിക്കുകയാണ്, ഈ മലയാളിയായ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ ഇപ്പം, ഫോർമർ നേവി ഉദ്യോഗസ്ഥൻ, ഇദ്ദേഹം വരുമ്പോ ആര് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകും നമുക്ക് കണ്ടറിയാം. അതൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വരുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പം ഓബിയസ്ലി ഇദ്ദേഹം വരുമ്പോൾ നമുക്ക് നോക്കാം പിണറായി വിജയനോ മറ്റു മന്ത്രിമാരോ പോവോ ഇല്ലേ എന്നുള്ള കാര്യം. അതും ഒരു കോൺട്രഡിക്ടറി ആണ്. എന്താണ് ഇവരുടെ ആഗ്രഹം എന്നുള്ളത് നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും. അതേ സമയത്ത് തന്നെ, ആ സമയത്ത് തന്നെ എന്നെ സത്യം പറഞ്ഞ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റിൽ നിന്ന് മാറി ചിന്തിക്കണമെന്ന് ചിന്തിച്ച ഒരു പോയിന്റ് എനിക്ക് ഇത് തന്നെ, അഷ്റഫിന്റെ കേസ് തന്നെയായിരുന്നു. കാരണം ആ സമയത്താണ് മണിയപ്പൻ എന്ന് പറയുന്ന ആലപ്പുഴ സ്വദേശിയായ ഒരു സൈനികൻ, നമ്മളൊക്കെ സൈനികരാണല്ലോ, ഒരു സൈനികൻ അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. അവിടെ അഫ്ഗാനിസ്ഥാനിൽ എന്തോ റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അപ്പൊ അതിൽ ജോലി ചെയ്തിരുന്ന ഒരു സൈനികനെ അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികൾ കൊല്ലുകയും, നിങ്ങൾക്ക് ആ ഇൻസിഡന്റ് അറിയാൻ തോന്നുന്നു. ഒരു ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയറും ഉൾപ്പെടെയൊക്കെയാണ് അന്ന് കൊല്ലപ്പെട്ടത്. അപ്പൊ അന്ന് കൊല്ലപ്പെടുകയും ഈ മണിയപ്പൻ കൊല്ലപ്പെടുകയും മണിയപ്പന്റെ ഡെഡ് ബോഡി കൊണ്ടുവരും. ഒരു കേരള ഗവൺമെന്റ് ഭാഗത്ത് ഒരാൾ പോലും അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി റിസീവ് ചെയ്യാൻ പോയിട്ടില്ല, അറിയോ? ആകപ്പാടെ ജില്ലാ കളക്ടറാണ് ഗവൺമെന്റിന് വേണ്ടി പോയി അവിടെ റീത്ത് വെച്ചത്. പക്ഷെ അഷറഫ് വന്നപ്പോൾ മുഖ്യമന്ത്രിയും മറ്റു പരിവാഹങ്ങളും അവിടെ. ഓക്കെ, എനിക്കൊരു കോള് വരുന്നു കേട്ടോ. അല്ല, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി ദേശം പണ്ട് പറഞ്ഞത് കേരളത്തിൽ ജനിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് ജനിക്കണമെന്ന്. അത്രയുള്ള കാര്യം. എന്ത് കാര്യത്തിനും ഒരു ഒരു മതവിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ അതിനുള്ള കൺസിഡറേഷൻ എപ്പോഴും വേറെ എന്നുള്ളത് ഒരു 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 വസ്തുത തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ. ഈ വേറൊരു ഐഡി കാണുന്നുണ്ട്, ശശി തരൂരിന്റെയും പടമൊക്കെ ഉള്ള, അദ്ദേഹത്തിന്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ സംസാരിച്ചിരുന്നു ചന്ദ്രചേട്ടാ. ഓ, സോമനാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് എങ്ങനെ വായിക്കണം? ഇത് സോമനാണോ നിങ്ങളുടെ നാട്ടിൽ വായിക്കുന്നത്? എന്താ എഴുതിയിരിക്കുന്നത്? ചുമ്മാ എഴുതിയിരിക്കുന്നതാണോ? ഓക്കെ ഓക്കെ ഓക്കെ, തുറന്നു നോക്കിയാലേ എഡിറ്റ് ചെയ്തതാണ്, കാണത്തുള്ളൂ. അത് മാറ്റാൻ പറ്റുന്നില്ല. ഇനി ഒരു 3-4 ദിവസം കൂടെ ഇങ്ങനെ പോകേണ്ടി വരും, എന്നിട്ടാ ചേച്ചി എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി ആരെല്ലാം സംസാരിക്കണ്ടോ? എന്തായാലും വിളിച്ചുകൊണ്ട് ഒരു കാര്യം കൊണ്ട് പറയാം. ഇപ്പൊ ഇന്ത്യൻ പറഞ്ഞ ഒരു കാര്യം, അപ്പുറത്തെ റൂമിന്റെ ഇതാണ് എങ്കിലും നമ്മൾ അത് ചർച്ച ചെയ്യാൻ പോകുന്നത് മോശമാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. നമ്മളവിടെ ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ പറയാമെങ്കിലും റിലാക്ഷൻ ഒറ്റപ്പെട്ടത് ഞാൻ നിർത്താം കേട്ടോ. ഈ പറയുന്ന സാമ്പത്തിക അവസ്ഥ അത് കേരളത്തിൽ ചിലപ്പം കൃത്യമായിട്ട് ജനങ്ങളത് വിശ്വസിച്ച് പോകും. ആ ഒരു അവസ്ഥയിലാണ് ഈ മലയാളികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് നിൽക്കുന്നത്. അതായത് ഇവിടെ വന്നിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മുൻകാലങ്ങളെക്കാൾ വളരെ തകർന്നടിഞ്ഞു, മോദിയുടെ ഭരണം കാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ചിലരെങ്കിലും
ചിലരെന്നല്ല ഒരു നല്ലൊരു ശതമാനം മലയാളികൾ വിശ്വസിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ നിൽക്കുന്നത്. അത് പിണറായി വിജയന്റെ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ കേരളത്തിന്റെ സർക്കാർ ഇപ്പൊ ഈ പറയുന്ന കെടുകാര്യസ്ഥതയും അഴിമതിയും കൊണ്ടാണെന്നുള്ള വസ്തുത പലരും മനസ്സിലാക്കത്തില്ല. അതിനുള്ള കൃത്യമായിട്ടുള്ള പരിപാടികൾ ഇവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് സമരമാണ്. വ്യാപാരി വ്യവസായികൾ സമരം ചെയ്യുന്നു. അത് എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കേരള സർക്കാർ നടപ്പാക്കിയ ചില നടപടികൾ, അത് ചിലപ്പം അത് വേണ്ട നടപടികൾ തന്നെയാണ്. ഈ പറയുന്ന കെട്ടിടങ്ങളിൽ കുറച്ച് അഡീഷണൽ സൗകര്യങ്ങൾ, ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ളവ ചേർക്കുക, ഇതിനൊക്കെ എതിരെയാണ് ഇന്ന് സമരം നടത്തുന്നത്. അത് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് പറഞ്ഞു വെക്കുന്നത് ഇത്തരം സമരങ്ങളെല്ലാം മോദിക്കെതിരെയാണ്, അല്ലെങ്കിൽ മോദി നടത്തുന്ന വഴിവിട്ട സാമ്പത്തിക നയങ്ങൾക്കെതിരെയാണെന്നൊക്കെയാണ് ഇത് താഴേക്കടയിലേക്ക് ഇവർ എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇവര് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് തൊഴിലുറപ്പ് പദ്ധതി സാധാരണ ജനങ്ങൾ ഇപ്പം ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ജനങ്ങള് നേരിട്ടിടപെടുന്ന ഒരു താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ ഒരു മിഡിൽ സാമ്പത്തിക സ്ഥിതിയിലുള്ളവർ വരെ ഒരു സഹായമായിട്ട് കരുതുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഇവര് 2 കൊല്ലമായിട്ട് അതിനെതിരെ നടത്തുന്ന ഒരു പ്രചരണമാണ് തൊഴിലുറപ്പിന്റെ ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നു, അത് ഇനി സംസ്ഥാന സർക്കാരുകൾ കൂടി കൊടുക്കണം എന്നുള്ള നിലയിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള രീതി. ഇത് രണ്ടാമത്തെ ഭാഗം പോലും ഇവർ പറയത്തില്ല. അതിന്റെ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നു, 1/3 4 ആയിട്ടെന്നൊക്കെ ഉള്ള കണക്കുകൾ ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, ഇവിടെ ഓരോ വർഷവും അതിന്റെ തൊഴിൽ ദിനങ്ങളും അല്ലെങ്കിൽ അതിനുള്ള പൈസയും കഴിഞ്ഞ തവണ 316 ആയിരുന്നു, അല്ല 311 ആയിരുന്നു, അത് ഈ വർഷം 333 ആവുകയാണ് ചെയ്തത്. അതായത് ഓരോ വ്യക്തിക്കും ഏകദേശം ഒരു വർഷം 2200 രൂപ വെച്ച് കൂടുതൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അത്തരത്തിൽ ഓരോ വർഷം കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഈ ഭാരത് അരി വരുന്നു. ഭാരത് അരി വരുമ്പോൾ ഇവിടെ ഇറക്കുന്ന പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് റേഷൻ കടകളിൽ 10 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇത് 29 രൂപയ്ക്കാക്കി. അതായത് 19 രൂപ കൂട്ടിയാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ അറിവില് ഈ റേഷൻ കടകളിൽ അങ്ങനെ ഒരു 10 രൂപയുടെ അരി ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ നേരിട്ട് പോകുന്നില്ലെങ്കിലും വീട്ടിൽ ഒന്ന് ഒക്കെ റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കാറുള്ളതാണ്. പക്ഷെ നമ്മൾ പലരും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഇവിടെയുള്ളതും അല്ലെങ്കിൽ പുറത്തുള്ളവരും നല്ലൊരു ശതമാനം ആൾക്കാർ ഇത് വാങ്ങിക്കാത്തവർ, ഇത് റേഷൻ കടയായിട്ട് നേരിട്ട് അത്ര ബന്ധപ്പെടാത്തവരാണ്. സപ്ലൈകോയിൽ ഉണ്ടായിരുന്നു 25 രൂപയുടെ അരി ഉണ്ടായിരുന്നു. പക്ഷെ സപ്ലൈകോയിൽ ഏതാണ്ട് 1000 കോടി രൂപ കേരള സർക്കാർ കടം വരുത്തി അതിന്റെ സപ്ലയർക്കാർക്ക് അല്ലെങ്കിൽ അതിനകത്തേക്ക് സാധനം കൊടുക്കേണ്ടവർക്ക് കടം വരുത്തിയത് കാരണം ഇപ്പൊ സപ്ലൈകോയിൽ ഈ പറയുന്ന അവശ്യ സാധനങ്ങൾ പോലും കിട്ടുന്നില്ല. അതിനെതിരെ ഇന്ന് CPIയുടെ പൊതുവിതരണ മന്ത്രി തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പോയത്. ബജറ്റിൽ അതിനുവേണ്ടി ഒന്നും അനുവദിച്ചിട്ടില്ല, ഈ സബ്സിഡി ഉള്ള 13 ഐറ്റത്തിന് ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്നുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയത് ഈ ബജറ്റിലും. അപ്പൊ അത്തരത്തിൽ ഈ കേരള സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടുണ്ടായിരിക്കുന്ന പല സാമ്പത്തിക ബാധ്യതകൾ, ഏകദേശം 9600 രൂപ 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരെ ഇവിടെ പെൻഡിങ് ആയിരിക്കുകയാണ്. അത് ഇവർ പറഞ്ഞു വെക്കുന്ന എന്താണ്, കേന്ദ്രം പിടിച്ചു വെക്കുന്നു, ഏതാണ്ട് 54,700 കോടിയുടെ കണക്ക് ഇവിടെ കുറച്ച് ഒരു 3-4 മാസം ഇവർ ഓടിച്ചു. കുറെ പറഞ്ഞു തെറ്റിദ്ധരിച്ചു. ഇത് ബാലഗോപാലൻ അല്ലെങ്കിൽ മേൽത്തട്ടിലുള്ള ആരെങ്കിലും ഒരു വാക്ക് പറയും, അതിനുശേഷം അവരത് പിൻവലിക്കും. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ തന്നെ അവിടെ ഡൽഹി പോയപ്പോൾ 700 കോടിയാണ് ആകെ പറഞ്ഞത്. 700 കോടി തന്നെ കൃത്യമല്ല, ഈ പറയുന്ന നെല്ലിന്റെ ഉൾപ്പെടെ ഇവർ കണക്ക് കൊടുക്കാത്തതുകൊണ്ട് കിട്ടാത്തതാണ്. പക്ഷെ ഈ താഴെക്കടയിലുള്ള അന്തം കമ്മികൾ ആ പഴയ 54,700 തന്നെ വാരി വിതറിക്കൊണ്ടിരിക്കും. അത് ഈ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ഇവന്മാരും മിടുക്കരാണ്. ഇതാണ് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ, അതായത് ഇപ്പൊ ഈ പറയുന്ന NH-66 ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോഴും ഏകദേശം 4000 കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. അതേപോലെ റെയിൽവേ സ്റ്റേഷനുകൾ, മറ്റ് അവശ്യ വസ്തുക്കൾ, ഇതൊന്നും പുറമെയാണ് ഈ ഭാരത് അരി വരുന്നത്. ഈ പറയുന്ന കിസാൻ സമ്മാൻ നിധിയുടെ ഏകദേശം ഒരു 30,000 രൂപ ഇവിടെയുള്ള കേരളീയരായിട്ടുള്ള ഏകദേശം നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇപ്പം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ തൊഴിലുറപ്പ് പദ്ധതികൾ, അതുപോലെ മറ്റ് പല 100 കൂട്ടം പദ്ധതികൾ ഇതിന്റെ പേരിൽ ഓരോ ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. അതേസമയം അപ്പുറത്ത് പിണറായി വിജയന്റെ ഈ കട്ടുപിടിപ്പിക്കലും, ഇപ്പം പെൻഷൻ കൊടുക്കാത്തപ്പോഴും ഏകദേശം 75 ലക്ഷം രൂപ മുടക്കി മകൾക്ക് വേണ്ടിയിട്ട് വക്കീലിനെ വെച്ചിരിക്കുകയാണ്. ഇന്നലത്തേതിന്റെ എന്താണ് കേസ്, അതുപോലെ ഈ അന്വേഷണങ്ങൾ നടക്കുന്നു. അപ്പൊ ഇതിൻ്റെ നേരെ കേന്ദ്ര സർക്കാരിന്റെ തലയിലിട്ട് ഈ പറയുന്ന മലയാളികളെ പറ്റിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഒരു കൃത്യമായിട്ടുള്ള പഠനങ്ങളും ചർച്ചകളും കൂടുതലായിട്ട് ഉണ്ടാകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവര് ഈ പറയുന്ന ഒരു എക്കോ സിസ്റ്റം ഉണ്ട്, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണണമെങ്കിൽ അപ്പുറത്തുള്ള ഈ പർട്ടിക്കുലർ നേരത്തെ ഇന്ത്യൻ പറഞ്ഞ റൂമിലേക്ക് ചെന്നാൽ മതി. ഇതിനകത്ത് സുഡാപ്പികളുണ്ട്, ജിഹാദികളുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്,
അതാണ് ഏറ്റവും വലിയ രസം. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ടിരുന്നുകൊണ്ട് ഈ ജനങ്ങളെ എത്തരത്തില് തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ളതിന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമുക്കൊരു പാഠമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ 29 രൂപയുടെ അരി വരുന്നു, അതിനെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാതെ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് തെറ്റായ രീതിയിലുള്ള ഒരു സന്ദേശമായിട്ട് അത് എത്തിക്കാം. അപ്പൊ അത് ഇന്ന് 46 രൂപയ്ക്ക് അരി മേടിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു ഗുണപരമായിട്ടുള്ള കാര്യമാണ്. അതിനെ റിസർച്ച് ചെയ്ത് എങ്ങനെ നെഗറ്റീവായിട്ട് ഇവിടെ അവതരിപ്പിക്കാം, അതിലൂടെ ഒരു ശതമാനമെങ്കിൽ 1% അതിലൂടെ മോദിയോട് കിട്ടുന്ന, അല്ലാതെ ഒരു നിഷ്പക്ഷനായിട്ട് നിൽക്കുന്ന ആൾക്ക് BJP-യോടും മോദിയോടും ഉണ്ടാകുന്ന താല്പര്യത്തിന് എങ്ങനെ ഇല്ലാതാക്കി അയാളിലേക്കുള്ള വെറുപ്പാക്കി മാറ്റാം എന്നുള്ളതിലുള്ള റിസർച്ച് അത് എത്തരത്തിൽ നടപ്പാക്കുന്നത് ഇങ്ങനെയുള്ള റൂമുകളാണ് നമുക്ക് കാണിച്ചിരുന്നത്. അപ്പം അതിനെതിരെ കൃത്യമായിട്ടുള്ള നമ്മൾക്ക് എങ്ങനെ പ്രതികരിക്കാം, അല്ലെങ്കിൽ അതിനെതിരെ എങ്ങനെ സംസാരിക്കാം എന്ന് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള സംസാരങ്ങളാണ് എന്തായാലും ഇനി മുന്നോട്ട് വേണ്ടത്. ഇപ്പം കഴിഞ്ഞ ദിവസം NK പ്രേമചന്ദ്രന്റെ കാര്യം തന്നെ എടുക്കാം. പുള്ളിയെ ഒരു RSSകാരനാക്കുന്നു, സംഖ്യയാക്കുന്നു, അല്ലെങ്കിൽ BJP-യിലേക്ക് പോകുന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതായത് ഈ പറയുന്ന റൂമിലിരിക്കുന്ന കോൺഗ്രസ്സുകാരെ തന്നെ അവർ തള്ളിക്കളഞ്ഞിട്ട് അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ ഈ രണ്ടു കൂട്ടരും ഇവിടെ പറയുന്നില്ല കേരളത്തില് എന്തിനു വേണ്ടി BJP-നെ പുറത്ത് അധികാരത്തിൽ നിന്ന് മാറ്റുന്നു, തങ്ങൾ വരുന്നു, തങ്ങൾ വന്നിട്ട് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതാരും പറയുന്നില്ല. പക്ഷെ പ്രബുദ്ധരായിട്ടുള്ള നമ്പർ 1 മലയാളികൾ ഇവരെ തന്നെ 20 പേരെ ഇവിടെ തെരഞ്ഞെടുക്കും. ഇതാണ് ഇനിയും നടക്കാൻ പോകുന്നത്. ഇതിനെതിരെയുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തുക, അത് ജനങ്ങളിലേക്ക് ഈ വിവരങ്ങൾ, ഇവിടുത്തെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, കേന്ദ്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അത് എത്തരത്തിൽ വളരുന്നു, ഇവിടുത്തത് എങ്ങനെ മോശമായി പോകുന്നു. ഇപ്പോഴും ഇനി ഈ വർഷം 1400 കോടി ഏതാണ്ട് കേരളത്തിന് എടുക്കാനുള്ളൂ. ആ കടമെടുക്കാൻ ഓരോ മാസവും എത്ര കടമെടുക്കണം, അല്ലെങ്കിൽ എത്ര കൂടുതൽ എടുക്കണം എന്ന് റിസർച്ച് ചെയ്തിരിക്കുന്ന കേരള സർക്കാരും ഓരോ തവണയും കിട്ടുന്നത് എത്തരത്തില് വികസനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന കേന്ദ്ര സർക്കാരും. പക്ഷെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നേരെ തിരിച്ചു. ഇതാണ് നമ്മുടെ പ്രബുദ്ധ മലയാളികളുടെ ഒരു ദുര്യോഗം. ഓക്കെ. ഇനി